ബ്രേക്ക് ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടാണ് ഇതിന്റെ ഡയറക്ടറാ. മൈക്കും കൊടുത്താൽ പിന്നെ ബ്രേക്കും ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ചും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ചിലപ്പോ അതായിരിക്കും ഇത്. ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്നൊരു ബ്രേക്ക് ഇല്ലാതെ തന്നെ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ആ സിനിമകൾ ഇറങ്ങുന്നത് ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ. എനിക്ക് ഇതിന്റെ നടുക്ക് അർജുന്റെ കഥാപാത്രം വരുന്നോടുകൂടി ഈ പടത്തിന്റെ പേസ് ചേഞ്ച് ആവും. ഒരു ഭയങ്കര ഷിഫ്റ്റാണ് ആ പേസ്. പ്രേമിച്ച് 8 വർഷത്തിന് ശേഷം കല്യാണം കഴിച്ച് അതേ ഒരു കൊച്ച്, അതാണ് ഏറ്റവും വലിയ അനുഭവം. പ്രണയം എന്നുള്ള സംഭവം കണ്ടത് അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം അച്ഛൻ്റെ അമ്മേനെ എവിടെ പോയാലും അച്ഛൻ കൂട്ടുമായിരുന്നു. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ പറ്റി ഓർത്തിട്ട് കുറെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വാല്യൂ കൊടുത്തു. ഭയങ്കര വാല്യൂ, വീട്ടുകാരെക്കാട്ടും വാല്യൂ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ടായി. ബാക്ക് ബെഞ്ചേഴ്സ് ഇത് പഠിക്കുന്ന വെച്ച് കുറച്ച് തന്തവൈബ് എടുക്കാൻ നോക്കി. കറക്റ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു. അഭിലാഷം പൂവണിയട്ടെ. മാർച്ച് 29. മാർച്ച് ഇതിന്റെ സെറ്റപ്പ് ശരീരമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി. ഏത് പടത്തിന്? ചത്താപ്പച്ച എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തായിരുന്നു ഇപ്പൊ ടൈറ്റിൽ. അപ്പൊ അതിന്റെ പരിപാടി, അതിന്റെ വർക്കിലാണ് അല്ലേ? അഭിലാഷം എങ്ങനെയുണ്ട് സിനിമ? നല്ലൊരു വേഷമാണ്. ഞങ്ങള് കുറെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. അർജുനും കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ ഇത്ര ചെയ്ത് പഠിപ്പിച്ച് അല്ല, ഞങ്ങൾ ഈ സിനിമയായിട്ട് കുറെ ക്യാമ്പസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അത് ആക്ച്വലി ഞാൻ പ്രൊമോഷൻസ് ഉണ്ടാവാത്തൊരു പരിപാടിയായിരുന്നു. കാരണം അധികം ഇല്ല, ത്രൂ ഔട്ട് ഇല്ല പരിപാടിയിൽ. അപ്പോൾ ഷംസുവിനെ വിളിച്ചപ്പോൾ ഞാൻ റെഡി വരാം നല്ല രീതിയിൽ ചാടി പിടിച്ച് വന്നതാണ്. ഡേറ്റും കൊടുത്തു പോന്നേക്കുവാണ്. ഞാൻ ബ്രേക്ക് ചെയ്തല്ലോ. ഇപ്പൊ ഞാൻ ഒരു 3 മാസത്തേക്ക് ബ്രേക്കിലാണ്. അതെ. എന്താണ്? ആ പടത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട് പുതിയത്. അപ്പൊ അത് അതല്ലേ പഠിക്കാന്ന് വെച്ച്. അപ്പൊ അതിനുവേണ്ടി ഒരു സിനിമയുടെ പ്രൊമോഷൻ ഒന്നും പോവാതെ, ഈ പ്രൊമോഷൻ പോകാത്തല്ല, ഷൂട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് കുറച്ച്. അല്ല, ഈ അഭിലാഷത്തിൽ എന്താണ് ക്യാരക്ടറിന്റെ പേര്? എന്താണ്? അൽതാജ് മന്തിക്കട നടത്തുന്ന താജുദ്ദീനാണ്. കോട്ടക്കലിലൊക്കെ കോട്ടക്കൽ താമസമായ പുത്തൻ പണക്കാരനാണ്. സ്വന്തം ബിസിനസ് ഐഡിയകളൊക്കെ ആയിട്ട് തുടങ്ങി ഇന്റർനാഷണൽ ലെവലിലേക്ക് മന്തിക്കട കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ കോട്ടക്കൽക്കാരനാണ് അല്ലേ? അപ്പം ഒരു വെറൈറ്റി കഥാപാത്രമാണ്. രസമാണ്. മറ്റേ തെറിച്ചെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. വായില് സംസാരത്തിന് ബ്രേക്ക് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. എല്ലാവരും മറ്റേ ചിരിച്ചുകൊണ്ട് മാത്രം ഫുൾ ടൈം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ ഭയങ്കര ചിന്തിച്ചിട്ടൊന്നും സംസാരിക്കില്ല. ചിലപ്പോൾ മണ്ടത്തരൊക്കെ ഇരിക്കും പറയണത്, പക്ഷെ അതും ഹാപ്പി ആയിട്ട് പറയുന്ന ഒരു വ്യക്തി. ബ്രേക്ക് ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടാണ് ഇതിന്റെ ഡയറക്ടറാ. മൈക്കും കൊടുത്താൽ പിന്നെ ബ്രേക്കും ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ചും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ചിലപ്പോ അതായിരിക്കും ഇത്. ഞാനിപ്പോ കുറെ ദിവസം കൂടെ പോയോണ്ട് എനിക്ക് മനസ്സിലായിട്ട്. അപ്പൊ അതായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ശങ്കരേട്ടനും അങ്ങനെ തന്നെ. മൈക്ക് കൊടുത്താൽ പിന്നെ മൈക്കൊന്നും വിടില്ലല്ലോ. അപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടറും തന്നു എനിക്ക് തോന്നുന്നു. എന്റെ അനുഭവം വെച്ചാ പറഞ്ഞത് ഇപ്പോഴത്തെ യാത്ര. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറല്ല. മറ്റവരെ ഇഷ്ടപ്പെടില്ല. അത് പൊളിച്ചോട്ടോ. ഞാൻ തിരിച്ചു മറ്റവരെ ഇഷ്ടപ്പെടില്ല, പക്ഷെ അല്ല എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഒരിക്കലും ഇല്ല. പക്ഷെ ഇത് ഒരു ചെറിയൊരു എല്ലാവരും ഇഷ്ടപ്പെടുത്തി ചിരിപ്പിച്ചിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ഇവരെ പ്രേമിക്കാൻ സമ്മതിക്കാത്തൊരു പോലത്തെ ഒരു ക്യാരക്ടർ. ഇടയ്ക്ക് കയറി നിൽക്കണം, ഇടയ്ക്ക് കയറി തടസ്സമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കഥാപാത്രം. അതെന്താണെന്ന് സിനിമ കാണാം. സിനിമ കണ്ട് തീരുമാനിക്കും. ഈ നേരത്തെ നമ്മൾ ക്യാമ്പസിലൊക്കെ പോയിട്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചതാണ്. എങ്കിലും ഈ ഒരു സിനിമയോടുള്ള പ്രണയമുണ്ടല്ലോ, ഈ സിനിമയോടുള്ള പ്രണയം എനിക്ക് തോന്നുന്നു സൈജു തന്നെ ഈ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണ് അത്രയും പ്രണയം തോന്നി ഈ സിനിമയിലെ? സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രണയം ഉണ്ടായത്. ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടി ഞാനാണ് പറഞ്ഞത്. അതായത് ഈ കഥയല്ല, ഒരു പടം നമുക്ക് ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ അതിന് സിനിമ എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. 4 അരമണിക്കൂർ വീതമുള്ള സിനിമകളുണ്ട്. അതിനകത്ത് ഒരു മറ്റേ ആന്തോളജി. അപ്പോൾ ആ സമയത്ത് ഷംസുവിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചത്. അപ്പോൾ ഇവരുടെ 7 ദിവസം കൊണ്ട് ഇവർ ആ പടം കംപ്ലീറ്റ് ചെയ്ത് ആ പടത്തിൽ ജനിത്ത് വളരെ മനോഹരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പല രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് ആ കഥാപാത്രം പോകുന്നത്. അപ്പോൾ ഈ അരമണിക്കൂർ 32 മിനിറ്റ് കൊണ്ട് ഇവർ
അത് ഭയങ്കര രസമായിട്ടത് ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ നമുക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാം. എന്നുവെച്ചാൽ ആ ടീമിനോട് എനിക്ക് അത്രയും ഇഷ്ടം തോന്നി. ഇപ്പോൾ ക്യാമറാമാൻ സജത് കാക്കു ആയാലും, മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി ആയാലും, റൈറ്റർ ജനിത് കാച്ചപ്പള്ളി, അപ്പം ആ സെയിം ടീമാണ് ഇപ്പോൾ നമ്മുടെ അഭിലാഷത്തിലുള്ളത്. അതിൻ്റെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസും നല്ല സ്റ്റോറി ടെല്ലിങ്ങും നല്ല മ്യൂസിക്കും ഒക്കെയാണ്. അതേപോലെ ഇപ്പോൾ അഭിലാഷത്തിൻ്റെ ഓൾറെഡി പാട്ടും വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടല്ലോ. അതെ അതെ. ഇപ്പോൾ ട്രെയിലറും റിലീസായി. ട്രെയിലറും അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് അപ്പം ഞാൻ പറഞ്ഞത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷം എന്ന് പറഞ്ഞ ആ കഥയോട് ഭയങ്കര സ്നേഹം തോന്നി. ഇത് ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചില മണങ്ങളോട് നമുക്ക് ഭയങ്കര ആ മണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്കത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നോസ്റ്റാൾജി അടിക്കും. ചിലപ്പോൾ ഒരു നല്ല സന്ദർഭത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബാല്യകാലത്തിലോ ഒക്കെ ആ ഒരു മണം നമ്മൾ റെഗുലറായിട്ട് മണത്തിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു 10-15 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ആ മണം കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പെർഫ്യൂം, സെൻറ്റ് അല്ലെങ്കിൽ നല്ല മണം, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. സോ ഇത് സിനിമയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് കേട്ടതിനേക്കാളും ഒരുപാട് മേളിലാണിത് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു പ്രണയം തോന്നി അഭിലാഷത്തിനോട് പ്രണയം തോന്നി. തന്വി കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാള സിനിമയ്ക്ക് ഒരു വരവ് അറിയിക്കുന്നത്. അത് വലിയൊരു സിനിമ, നല്ലൊരു സിനിമയുടെ ഭാഗമായി, ഒരു പ്രണയ സിനിമയുടെ ഭാഗമാവുന്നു. തന്വിയെ സംബന്ധിച്ച് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ സൈജു ആണ് നായകൻ, അർജുനുണ്ട്, ഇവരെല്ലാവരും ഒന്നിക്കുന്നു എന്നൊരു മുഹൂർത്തമുണ്ട്. എങ്ങനെയാണ് തന്വി ഈ സിനിമ, ഈ കഥ കേട്ടുമ്പോൾ ഞാൻ ചെയ്യാം, എനിക്ക് ഒന്ന് തിരിച്ചു വരുന്ന ഒരു പാതയിലേക്കാണ് വരുന്നത്, അപ്പോൾ ഈ കഥ തന്നെ എടുക്കാനുള്ള ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാവുള്ളൂ? ശരിക്കും ഷംസുവാണ് ആദ്യം വിളിക്കുന്നത് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് അഭിലാഷം. ബിക്കോസ് ഇതിൽ ഒന്നാമത് ഇങ്ങനെയൊരു റോള്, കുറച്ചൊരു മെച്ചോർഡ് റോള് കൂടിയിട്ടാണ്. അപ്പം ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതുവരെ ചെയ്ത സിനിമകളിൽ വന്നു പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സ്ക്രീൻ സ്പേസ് കുറച്ചും കൂടി കുറവുള്ള സിനിമകളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ത്രൂ ഔട്ടുള്ള ഒരു റോൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഇങ്ങനെയൊരു സ്റ്റോറി ടെല്ലിങ് കണ്ടു വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കൂടിയിട്ടുണ്ടാവും ഈ സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ്. ഇപ്പോൾ ഓരോരോ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതോ, നമ്മളിപ്പം പെർഫ്യൂംസ് ഒന്നും ആവണമെന്നില്ല, നമുക്ക് ഓരോരോ സ്മെല്ലും ഓരോരോ ഫ്രേഗ്രൻസും നമുക്ക് എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളായിട്ടും കുറേ സിറ്റുവേഷൻസൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സ്മെൽ. സോ അതുമൊക്കെ റിലേറ്റ് ആയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്. നല്ല രസമായിട്ടുള്ളൊരു കഥയാണ്. ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. കാരണം വെച്ചാൽ പിന്നീട് നമ്മൾ ഒരു സിനിമയിലേക്ക് ഇറങ്ങുവാണ്, നമ്മളെ മനസ്സിൽ ആളുകൾ, പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകണം. അത്തരമൊരു ഈ സിനിമയിൽ കണ്ടിറങ്ങുമ്പോൾ ഈ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്നൊരു ബ്രേക്ക് ഇല്ലാതെ തന്നെ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ആ സിനിമകൾ ഇറങ്ങുന്നത് ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇതിൻ്റെ നടുക്ക് ഒരു തെലുങ്ക് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2-3 മാസം മുന്നേ. അപ്പം ഞാൻ വേറെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് 2018 ശേഷം ഒരുപാട് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിൽ ഞാൻ സെലക്ട് ചെയ്ത സിനിമയാണ് അഭിലാഷം. തെലുങ്ക് ഭയങ്കര റിവ്യൂ തെലുങ്ക് ലാസ്റ്റ് റിലീസ് ചെയ്ത് മലയാളികളുടെ മുമ്പിൽ കാണുന്നില്ല. പ്രശ്നമുണ്ട്. ആക്ച്വലി അത് ഞാൻ കേട്ടത് മലയാളികൾ സംസാരിച്ചിട്ടാണ്. അതിന്റെ കോൺസെപ്റ്റ് തന്നെ വൻ പൊളി പരിപാടിയാണ്. അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അർജുനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അർജുൻ ഈ പറയുന്ന പോലെ നമ്മൾ അമ്പിളി സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഗോവയിൽ ഷൂട്ടുള്ള സമയത്ത് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. സൗവിക്കിൻ്റെ കൂടെ വന്നിട്ട് അമ്പിളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതലുള്ള പരിചയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരേ ജിമ്മിലാണ് പോകുന്നത്, വാഴക്കാല ഒരേ സ്ഥലത്താണ് പോകുന്നത്. സോ ഓൾറെഡി എനിക്ക് അർജുനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ സെറ്റിൽ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഈസി ആയിരുന്നു അഭിനയിക്കാനും. എനിക്ക് അർജുൻ്റെ പല പടങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കാലിപ്പേഴ്സിലൊരു ഞാൻ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട് 2 ദിവസത്തേക്ക്. പിന്നെയാണ് ഇപ്പൊ ഒരുമിച്ചൊരു സിനിമ കുറച്ചും കൂടെ ഉള്ള ഒരു ത്രൂ ഔട്ട് ഉള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട് ആ പടത്തില്. ആ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ട് ഈ സിനിമയിൽ. തുടക്കമില്ല, പക്ഷെ വരും.
അല്ല അവിടെ തൊട്ട് അല്ല ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ 2 ദിവസം ഷൂട്ട് ചെയ്താലും ആ സിനിമയിൽ മൊത്തം ഉള്ളതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതെ അതെ. അവരിലൂടെ കഥകൾ പോകുമ്പോൾ അർജുന്റെ കഥാപാത്രം വരുന്നോടുകൂടി ഈ പടത്തിന്റെ പേസ് ചേഞ്ച് ആവും. ഒരു അത് ഭയങ്കര ഷിഫ്റ്റാണ് ആ പേസ്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഒരു പ്രേമത്തിന്റെ ഇടയിൽ ഒരുത്തം വന്ന് കുളവാക്കാൻ വേണ്ടി അതെങ്ങനെയാണ് കുളവാക്കുവാണോ നന്നാക്കുവാണെന്ന് സിനിമ കണ്ട് തീരുമാനിക്കാം നമുക്ക്. ഉറപ്പായിട്ടും അങ്ങനെ ഈ പ്രണയകഥകൾ ഒത്തിരി വന്നിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലും പ്രണയം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവരെല്ലാ ക്യാമ്പസിലും ഞാൻ ഉൾപ്പെടെ ഇവർ പറഞ്ഞിട്ട് പ്രണയം എന്ന് തന്നെയാണ്, പ്രണയത്തിന് മുൻതൂക്കം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പ്രണയം പല രീതിക്കാണ്. അച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രണയം ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പ്രണയത്തിൽ ഞാൻ വന്ന് കയറി എന്താണ് ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു ജീവിത ശൈലി നമുക്ക് പല ആൾക്കാരും പല രീതിക്കുള്ള പ്രണയമായിരിക്കും അല്ലേ. നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടാകും ഓരോ പ്രണയത്തിലും. അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായത് എന്തായിരിക്കും അച്ചു? എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ എനിക്ക് വൈഫിനെ സ്കൂളിലോട്ട് പ്രേമിച്ച് 8 വർഷം ശേഷം കല്യാണം കഴിച്ച് പതേരി കൊച്ച്. അതാണ് ഏറ്റവും വലിയ അനുഭവം. പിന്നെ ഇപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരുടെ പ്രണയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴും ഏറ്റവും വലിയ അനുഭവം തന്നെയാണ്. ഈ ഒരു പ്രണയത്തിൽ നിന്ന് തന്നെയാണോ എനിക്കറിയാമല്ലോ അച്ഛൻ്റെ പ്രണയം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതിങ്ങനെ കൊണ്ടു നടന്ന് വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു കൊച്ചുമായി സുഖമായിട്ട് ജീവിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും വലിയ ഇപ്പോഴും അച്ഛനും അമ്മയുടെ പ്രണയം കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു മകനിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു വാക്കാണ് അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഈ പ്രണയത്തിന് അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രണയം എന്നുള്ള സംഭവം കണ്ടത് അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം അച്ഛൻ്റെ അമ്മേനെ എവിടെ പോയാലും അച്ഛൻ കൂട്ടുമായിരുന്നു. വയ്യാതിരിക്കുമ്പോഴാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും. ഇപ്പം നമ്മളൊരു വീട് വെക്കാനുള്ള കാരണം അച്ഛമ്മക്ക് വയ്യാത്തത് കൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ അവസാനമെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ, ആഗ്രഹത്തിലും ആ ഒരു അഭിലാഷമായിരുന്നു. അപ്പോൾ ആ ഒരു കെയറും ഇപ്പൊ പ്രണയം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ കാമുകി മാത്രമല്ലല്ലോ, അമ്മയോടാവാം അച്ഛനോടാവാം. അപ്പോൾ ഞാൻ ആദ്യം കണ്ട് വളർന്നതും എനിക്ക് അനുഭവം കൂടുതലുള്ളതും അച്ഛൻ്റെ അമ്മയായിട്ടുള്ളൊരു കെയറിങ് ആണ്. അത് വല്ലാത്ത കെയറിങ് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. അത് അവിടെ എനിക്ക് വേറെ എനിക്ക് എക്സാമ്പിൾ നോക്കേണ്ട ആവശ്യമില്ല. പുറത്ത് ആൾക്കാരടുത്ത് അച്ഛമ്മയില്ലാതെ ടൂറില്ല, ഒന്നുമില്ല. അച്ഛൻ്റെ അമ്മയില്ലാണ്ട് ഒരു പരിപാടി ഉണ്ടായില്ല. അത് അടിപൊളിയാണ്. എന്ത് തണുപ്പാണെങ്കിലും നമ്മളിപ്പോ ഞങ്ങള് വാഗമണ്ണൊക്കെ ടൂർ പോയിട്ടുണ്ട്. അന്ന് അമ്മയില്ലാതെ ടൂറില്ല കേട്ടോ. അതാണ് ആ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രണയം. അതാണ് ഓർത്തെടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ. പക്ഷെ അങ്ങനെ പറയുന്നവർ കുറവാണ് അല്ലേ. അങ്ങനെ പറയുന്നവർ കുറവാണ്. ആ ഒരു പ്രണയത്തിന്റെ അത്രയും വലിപ്പം ജീവിതത്തിലൊരു പ്രണയത്തിനും ഉണ്ടാവില്ല. അതെല്ലാവർക്കും മാതൃകയാണ്. അതാണ് സത്യസന്ധമായ കാര്യം. അത് എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്കും ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കണ്ട് വളർന്നതാണ്. ഞാൻ വീട്ടിലൂടെ യാത്ര ചെയ്ത് കണ്ടേക്കണതാണ്. അത്തരമൊരു വാക്ക് ഒരു മകനിൽ നിന്നും ഒരു അച്ഛന് കേൾക്കാൻ കഴിയുന്ന അതിലപ്പുറത്തേക്ക് ഭാഗ്യമുണ്ടോ? അതെ, ശരിയാണ്. എല്ലാവരുടെയും കുടുംബം അങ്ങനെ തന്നെയാണ്. നമ്മള് നമ്മുടെ അച്ഛനമ്മ കണ്ടിട്ട് തീർച്ചയായിട്ടും അല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ശരിക്കും മാതൃകയാണ് ഇത്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. ഇത്രയും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമും അങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. പക്ഷേ അതങ്ങനെയല്ലല്ലോ വേണ്ടത്. നമ്മൾ അവരില്ലാത്ത എന്താണ് ജീവിതം? നമ്മൾ ഈ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛനില്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ആ ആലോചന വരുമ്പോഴത്തേക്ക് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഉള്ളപ്പോഴും നമ്മളത് അതിനെപ്പറ്റി ആലോചിക്കണമെന്നാണ് പറയണത്. അപ്പോൾ ഞാനിത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ പറ്റി ഓർത്തിട്ട് കുറേ ഇത് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷം അവർക്ക് കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അല്ല, ഈ സിനിമയിൽ പറയുന്നില്ല സ്മെല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, മരിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും അങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ സ്മെല്ല് പോലെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും, അമ്മയുടെ സ്മെല്ല് പോലെ തോന്നും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല ചില മക്കൾക്ക്. അതെ അതെ അതെ, അത് ഏറ്റവും വലിയ പോയിന്റാണ്. പക്ഷെ നമ്മൾ എത്തിയ ഈ കഥയിലെ ഈ പ്രണയത്തിലേക്ക് വന്നപ്പോഴാണ് ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ട് വരുന്നത്. ഉറപ്പാണ് കേട്ടോ. നിലവിൽ പല ആളുകളുമായിട്ട് അച്ചുവിൻ്റെ ഒരു യാത്രയുണ്ട്, പല സുഹൃത്തുക്കളുമായിട്ടല്ലേ. ഒരു സുഹൃത്ത് വലയം തന്നെ അച്ചുവിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലും അല്ലാതെ ജീവിതത്തിലുമുണ്ട്. അത് എങ്ങനെയാണ് ഒരു ജീവിതയാത്രയ്ക്ക് കൂടെ കൂട്ടുന്നത്?
അതെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സംഭവമാണല്ലോ, ഒരു ഫ്രണ്ട്സ്, ഒരു സർക്കിള്. പിന്നെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂടെ യാത്രയിൽ കൂടെ ചേരി വരും. ചിലപ്പോൾ അവരെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ലൈക്ക് ഫ്രണ്ട്സ്, ഞാൻ ഭയങ്കരമായിട്ട് അതിന് വാല്യൂ കൊടുത്തു, ഭയങ്കര വാല്യൂ, വീട്ടുകാരെക്കാട്ടും വാല്യൂ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ടായി. പക്ഷെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാതാകുമ്പോൾ നമുക്ക് അത്ര വിഷമമാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ നിർത്തേണ്ടടുത്ത ആൾക്കാരെ നിർത്തുക, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുക, കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, സ്നേഹം ഭാര്യയ്ക്കൊരു കൊടുക്കുക, കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള മോഡ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ശരിക്കും അതായിരിക്കും. പ്രതീക്ഷ ഉണ്ടാവല്ലോ ഉള്ളിനുള്ളിൽ എപ്പോഴും, പക്ഷെ എന്നാലും നമ്മൾ പുറമെ കാണിക്കാതിരിക്കുക. നമ്മളിത് എത്ര പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ചു പോകും. ഇപ്പം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നാച്ചുറലി ഞാൻ വിചാരിക്കുന്നത് നിങ്ങളും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ ഫിനാൻഷ്യൽ അത് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ തീർന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞ സ്നേഹത്തിന് ആ പ്രശ്നമില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല സ്നേഹിക്കുന്നതിന്. അപ്പോൾ അത് തിരിച്ചു തരാമല്ലോ. അത് ഉറപ്പാണ്. അത് തിരിച്ചു തന്നെ ഒരു കുഴപ്പമില്ല, ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. സുഹൃത്തുക്കൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചില മുഹൂർത്തത്തിൽ നമ്മൾക്കുള്ള പെരുമാറ്റം. ഇപ്പൊ ഷൈജേട്ടൻ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ അച്ഛൻ അമ്മ ഇല്ലാതാകുമ്പോഴേക്കും നമുക്ക് അതിന് വിഷമമുള്ളൂ. ഇപ്പൊ ഒരു കൂട്ടുകാരൻ കൂടെ തന്നെ ഉണ്ടായിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് അവൻ നമ്മളെ വിട്ട് അല്ലെങ്കിൽ വേറെ പരിപാടിക്ക് പോയി കഴിയുമ്പോൾ നമ്മളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ അവൻ്റെ അടുത്തായിരിക്കും. വീട്ടിൽ പറയാൻ പറ്റാത്ത ചില ഡാർക്ക് അടക്കം നമ്മൾ പറഞ്ഞത് അവൻ്റെ അടുത്തായിരിക്കും. പിന്നെ ആലോചിക്കും, നമുക്ക് ഇപ്പൊ ആരുടെ പറയാനുള്ള, ആരുടെ പറയാനുള്ളല്ലോ. ഓക്കെ, റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുക, മാക്സിമം അതിന് വേണ്ടി കൂടെ നിൽക്കുക, സ്വന്തം കൂടെ നമ്മൾ നിൽക്കുക. നമ്മൾ തന്നെ അനുഭവങ്ങളാണല്ലോ എല്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ, അല്ലേ? അനുഭവങ്ങൾ പാഠമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത്ര അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഈ പടത്തിലൊരു പോയിന്റിൽ ഇതേപോലെയാണ് റിയലൈസേഷൻ ലാസ്റ്റ് ഒരു കൂട്ടുകാരനെ കൊടുക്കുന്നത്. ഇവിടെ ഈ സിനിമയിൽ എത്തുന്നു, അഭിലാഷത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ അത് ആദ്യം കൂട്ടുകാരനല്ല, അതെ 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 അത് പടത്തില് സിനിമ കണ്ട് രസമായിട്ട് ശംസും എനിക്കും ജനിതേട്ടനും എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള പരിപാടിയാണ് ലാസ്റ്റത്തെ പരിപാടി. ഈ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ, രണ്ടുപേർ പറഞ്ഞ കഥകൾ കേൾക്കുമ്പോൾ ചങ്ങൂനൊരു അനുഭവങ്ങൾ ഒരു ലോഡാണ് അനുഭവങ്ങൾ അല്ലെ ഈ പറഞ്ഞ ഒരു ലോഡ് അനുഭവങ്ങളൊക്കെ എനിക്ക് ഉറപ്പാണത്. അല്ല, ഞാൻ റിലേഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന് പഠിക്കണം എന്നുള്ളത്. അപ്പം എനിക്കൊന്ന് നവോദയ ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയ സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നമുക്ക് ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കാം എന്നൊക്കെ അറിയുന്ന സമയം മുതൽ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു സമയത്തൊന്നും എനിക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയാത്തതുകൊണ്ടായിരിക്കും ഈ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും രസം എന്നുള്ളത്. എനിക്കൊന്ന് ഈ സിനിമയ്ക്ക് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ മാറിയ സമയത്തും എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. പക്ഷെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട്, ആദ്യമായിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ ആ സമയത്ത് ശരിക്കും റിയലൈസ് ചെയ്യുക വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫാമിലി കൂടെ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. ഈ പറയുന്ന പോലെ തന്നെ എനിക്കൊന്ന് ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഒരു പോയിന്റിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഇംബാലൻസ് ആവുന്ന സമയത്തും ആ സമയത്ത് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം, ഫാമിലി എന്നുള്ളത് ഇസ് ഓൾവേസ് ദെയർ. ഈ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും, ബട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഫാമിലി ആയിരിക്കും. സോ മേ ബി ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ഫ്രണ്ട്സായിട്ടും, പക്ഷേ എനിക്ക് ആ ഒരു ഡിസ്റ്റൻസ്, ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട്. അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്സ് ആരാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു എനിക്കൊന്ന് എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലുള്ള റിലേഷൻ എനിക്ക് ആരുമായിട്ടില്ല. എപ്പോഴും ആ ഒരു ത്രൂ ഔട്ട് ഒരു 100% ആയിട്ടുള്ള റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ എനിക്കൊന്ന് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനിക്കൊന്ന് ആ ഒരു സ്പേസ് എപ്പോഴും എനിക്കൊന്ന് ഈ പ്രായം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ റിയലൈസ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് അതുണ്ട്. സോ എപ്പോഴും എല്ലാ റിലേഷൻസിലും ഹാപ്പിയാണ്, എല്ലാത്തിലും ഹാപ്പിയാണ്. ഈ സൈജു എന്നൊരു കഥാപാത്രം അല്ലേ, ജീവിതത്തിലെ ഒരു കഥാപാത്രം, സിനിമയിൽ ഒരു വേറെ ആളുമാണ്. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു 2 മാറ്റങ്ങൾ എന്തായിരിക്കും സിനിമയിലും ജീവിതത്തിലും കാണുന്നത്? ജീവിതത്തിലും സിനിമയിലും. ഇപ്പം സിനിമയിലല്ല ഇരിക്കുന്നത്, അങ്ങനെ 2 മാറ്റങ്ങൾ ഉണ്ടായി. റൊമാൻസ് ചെയ്യുന്നത് എനിക്ക് വലിയ മാറ്റമാണ്. സൈജുവേട്ടൻ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ചന്ദ്രിക സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സൈജുവേട്ടൻ കാണുന്നത്. ഐ തിങ്ക് ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. ഭയങ്കര നമുക്കൊരു ജെന്റിൽമെന്നൊക്കെ എന്തായാലും ലൈക്ക് ജെന്റിൽമെൻ എന്ന് പറയുമ്പം ഓർമ്മ വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന
ഒരാളാണ് സൈജു ഏട്ടൻ. അപ്പോൾ ഈ ഒരു സിനിമയിലാണെങ്കിലും ഏട്ടനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ വൺസ് യു ഗെറ്റ് ടു നോ ഹിം, വൺസ് വി സ്റ്റാർട്ട് ടോക്കിംഗ്, അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ യു ആക്ച്വലി ഗെറ്റ് ടു നോ സൈജുവേട്ടൻ കൂടുതൽ സംസാരിക്കുന്നത് ഫാമിലിനെ പറ്റിയാണ്, സിനിമയെ പറ്റിയാണ്. എനിക്കിപ്പോൾ ഈ സിനിമ അല്ലാണ്ടും എനിക്കറിയാം സിനിമയിലുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ വേറെ ഈ പ്രോജക്റ്റ് ഓൺ ആക്കിയത് സൈജുവേട്ടനാണ്. ഇതുപോലെ വേറെ കുറേ പ്രോജക്ട്സിലും പാർട്ടായിട്ടുണ്ട്. അത് എന്താ മുന്നോട്ട് പോകാനുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കഥകൾ എനിക്ക് സൈജുവേട്ടനെ പറ്റി അറിയാം. സോ അന്നും ഇന്നും എന്നും എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരാളായിരിക്കും സൈജുവേട്ടൻ. ഇവിടെയോ ഒരു എന്താ പറയുക, അർജുൻ എനിക്ക് എപ്പോഴും ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്ന് പരിചയപ്പെട്ട സമയത്തും ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നോർമലി ലൈഫിൽ അങ്ങനെയാണ്, ലൈക്ക് എപ്പോഴും ആ ഒരു വൈബ് ഒരാളാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ലോ ആയിട്ട് ഞാൻ കണ്ടെടുത്തോളാം ഞാൻ പറയുന്നത്. ഇപ്പം വേറെ ഒരു സൈഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് സ്പേസിൽ പോകാണ്ട് എപ്പോഴും നമ്മളങ്ങനെ ഒരു ഹാപ്പി വൈബിൽ നിൽക്കുന്ന, ചാടി നിൽക്കുന്ന ഒരാളാണ് അർജുൻ. ഈ പല സിനിമകൾക്കും പല കൂട്ടുകെട്ടിലാണല്ലോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ പല ആളുകളുമായിട്ടാണ് കാണുന്നത്. ഇപ്പം സൈജുവേട്ടൻ പല സ്ഥലത്ത് പല സിനിമയിൽ പോകുന്നു, പല ആളുകൾ കാണുന്നു. നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ ആളുകളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജീവിതമാണ്. നമുക്ക് ലൊക്കേഷനിൽ വേറെ രീതിക്കാണ്. ഒരു മറക്കാനാകാത്ത അനുഭവം ഉണ്ടാവില്ല. നമുക്കൊരു സുഹൃത്ത് വലയത്തിൽ സിനിമാ ലൊക്കേഷനിൽ ഒരു മറക്കാനാകാത്ത അനുഭവം എന്നും ഓർത്തെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പം ഈ സിനിമയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, അഭിലാഷത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ ഇടയിൽ പനി വന്നായിരുന്നു. അപ്പോൾ ഞാനും അർജുനും കൂടെ ഉള്ളൊരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അർജുനാണെങ്കിൽ ആകെ 6 ദിവസം ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ആ 6 ദിവസത്തിൽ അർജുൻ്റെ പോർഷൻസ് നമ്മൾ ഫിനിഷ് ചെയ്യണം. രാവിലെ നമ്മളൊരു ഒരു പാടത്ത് അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഒരു കലിങ്കിൽ വെയിലെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അന്ന് എന്തോ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആയിരുന്നു തോന്നുന്നു കറക്റ്റ്. ഞാൻ എന്നിട്ട് ഈ ക്യാരവനിലിരിക്കുമ്പോഴത്തേക്കും നല്ല പനിയുണ്ട്. പക്ഷേ പുറത്ത് ചൂട് എൻ്റെ ഒരു അളവ് എനിക്കറിയില്ല. ചില രാവിലെ വന്നത് കാരണം ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി അർജുന കലിങ്കിലിരിപ്പുണ്ട്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനവിടെ ചെന്നിരുന്നു. എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വെയിൽ അടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ അർജുൻ്റെ ആകെ 6 ദിവസമേ ഉള്ളൂ. ഈ സീൻ ഇന്ന് ഉച്ചകൊണ്ട് തീർത്തില്ലെങ്കിൽ അർജുൻ്റെ വീണ്ടും എക്സ്ട്രാ ഡേയ്സ് വേണ്ടി വരും. അപ്പോൾ അർജുൻ വേറെ പഠനത്തിൽ ജോയിൻ ചെയ്യണം. അർജുൻ ഇത് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. അർജുൻ എന്നോട് ഇങ്ങോട്ട് പറയണേ, ചേട്ടാ റൂമിലേക്ക് വെക്കുക ചേട്ടാ. ഇതാണ് അർജുൻ പറയണത്. പക്ഷേ ഇത് എനിക്ക് പോയേ പറ്റുള്ളൂ. ആദ്യം ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ റൂമിൽ പോകണം. പക്ഷേ ഇത് അർജുൻ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകണം എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഹി ഡിഡ് ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ ബിടെക് എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അർജുനെ പരിചയപ്പെടുന്നത്. എന്നെ ഓൺ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉമ്മ വെച്ച വ്യക്തി. അതായത് അർജുൻ്റെ ചേട്ടാ വിളിയുണ്ടല്ലോ, അത് ഭയങ്കര ആത്മാർത്ഥത്തോടു കൂടിയാണ്. എന്നെ മാത്രമല്ല, ആരെ ചേട്ടാന്ന് വിളിച്ചാലും ആ ചേട്ട ദ വേ ഹി മോഡുലേറ്റ്സ്, അയാൾ മോഡുലേറ്റ് മലപ്പുറം ചെയ്യുന്നല്ലേ പറഞ്ഞേ, ആ ചേട്ടലൊരു സ്നേഹമുണ്ട്. നമ്മൾ സുമതികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വിഷ്ണു ചേട്ടാ, അഭിലാഷ് ചേട്ടാ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ, അത് ഭയങ്കര നമുക്ക് ഇത് തോന്നും, ഒരു അടുപ്പം തോന്നും. അപ്പോൾ അനിയനാണ്. ഞാൻ ഈ പടം ചെയ്യുമ്പോൾ ആക്ച്വലി ഭയങ്കര വയറുവേനയുടെ ഇടയിലാണ് ചെയ്തുകൊണ്ട് പുള്ളിക്ക് സ്റ്റൊമക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുൾ രാവിലെ തൊട്ട് രാത്രി വരെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. രാത്രി ഉറക്കമൊന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് ഏകദേശം സൈഡാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഇത് ഞാനും വയ്യാതിരിക്കും, ഷൈജോട്ടും ഏതെങ്കിലും ഒരാൾ റെസ്റ്റ് എടുത്താൽ പിന്നെങ്കിലും പടം മുന്നോട്ട് പോകും. പറഞ്ഞ എനിക്ക് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ പിന്നെ ഒരു അരമണിക്കൂറത്തേക്ക് ഓക്കെയാണ്. അപ്പൊ പിന്നെ കഴിക്കണം. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ അത് മാറി. ആ ഡേറ്റ് എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്? എക്സ്ട്രാ ഡേറ്റ്സ് മാനേജ്. പടമല്ലേ നമ്മള് ചാടി, നമുക്കൊരു പോയിന്റ് വരെ പിടിമുറുക്കാം. പിന്നെ നമ്മള് വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പടം മുന്നോട്ട് പോകണം, പടം തീർക്കണം. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആദ്യം കിസ് ചെയ്ത സംഭവം എങ്ങനെയാണ് ഓർത്തെടുത്തത്? ഇത് ബിടെക്കില് അല്ല, ഞാൻ ആ സീനിലല്ലേ, അതിപ്പോ പറയാനുള്ള കാരണം ആ സീനില്ല. എനിക്ക് ഓർക്കണ്ട ആ സീൻ. ആ സമയത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഉടുക്കത്തുമ്മായിരുന്നു. ഇവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ഇവിടെ ഒരു ഉമ്മ നല്ല പേര് എടുത്തിരിക്കും. ഉള്ളിന്ന് അന്ന് ഉമ്മയാണ്. കാരണം ആ സീക്വൻസ് അങ്ങനെ
അതെ ഇന്റർവ്യൂ ഞാൻ ബാക്കിൽ നിന്ന് മറ്റേ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി. അത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പം വോയിസ് അർജുന്റെ, ലിപ്പ് എന്റെയാണ്. അവിടെ ഇരിക്കുന്നത് സായിപ്പാണ്, അല്ലെ ഫോർണറാണ്, മദാമയാണ്. അപ്പൊ അവർക്ക് എന്റെ വോയിസ് ഒന്ന് ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇവരെന്നെ സെലക്ട് ചെയ്യുകയാണ് അപ്പൊ തന്നെ ഈ വീഡിയോ കോൺഫറൻസിൽ. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ അത്ര വലിയ മോഡത്തെ പറ്റുള്ളായിരുന്നു. ഡ്രാഗണിലെ സെയിം സീൻ ഉണ്ട് ആണല്ലേ? അത് ശരി. ഞാൻ പറഞ്ഞത് ബിടെക്കിലെ സീൻ പറഞ്ഞല്ലേ ഈ ഇപ്പൊ സൈജു പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ. നമ്മൾ എത്ര പടം കുറെ പടം ഞങ്ങൾ 5 പടമായിരുന്നു. 5 പടമല്ലേ നിങ്ങൾ തമ്മില്? ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് സുമതി, അതിനു മുമ്പ് ആനന്ദ് ശ്രീബാല. ശരി, ആനന്ദ് ശ്രീബാല ഉണ്ട് തൊട്ട് മുമ്പില്. ശരിയാണല്ലോ, അതിലും ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുണ്ടല്ലോ. കാരണം നിങ്ങളൊരു യാത്ര വേറെ രീതിക്ക് പോകും. പിന്നെ പല്ലോട്ടി, പല്ലൂട്ടി ഒരുമിച്ചില്ല, പക്ഷെ എന്നാലും പല്ലൂട്ടി സിനിമയില ഒരുമിച്ചില്ല എന്നുള്ളൂ, പക്ഷെ ഉണ്ടല്ലോ ആ സിനിമയിൽ. അങ്ങനെ എല്ലാ സിനിമകളും ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്രയാണ്. ഇനിയുള്ളൊരു ഇപ്പം മമ്മൂക്കാടെ കൂടെ ആയി. ഇപ്പം അച്ഛനെ സംബന്ധിച്ചും സിനിമകളിൽ ഇനിയും ചെയ്യണമെന്ന് തോന്നുന്ന വേഷങ്ങൾ ഒത്തിരി ഉണ്ടോ ഈ നമ്മുടെ ഒരു യാത്രയിലുണ്ടല്ലോ. ഒരു നടൻ എന്ന നിലയിലേക്ക് ഇനി ചെയ്യാൻ, കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന മലയാള സിനിമയിൽ ഒരു താരത്തിന്റെ പേര് പറഞ്ഞാൽ ആരെ പറയും? എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ടൂവിച്ചനായിട്ട് അഭിനയിച്ചിട്ടില്ല. ടൂവിച്ചനായിട്ട് ഒരു പടം ചെയ്താൽ കൊള്ളാൻ ഭയങ്കര അധികം ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കിപ്പോഴും വർക്ക് ചെയ്യാൻ കൊതിയുള്ളത് ആസിക്കയുടെയും സൗബിക്കയുടെയും ഡിക്കിയുടെയും കൂടെ പടം. കാരണം ഭയങ്കര രസമാണ് അവരോട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. ഇപ്പം സൈജോട്ടൻ പറഞ്ഞാൽ നമുക്കൊരു ചേട്ടന്മാരെ കിട്ടിയ മൂടാണ്. ഒരു അവരുടെ കൂടെ ചെയ്താൽ ആഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പടമാണ് ചത്തപ്പച്ച. അപ്പം അത് നടക്കാൻ പോകുന്നു. അത് നടക്കാനും പോകുന്നു. അല്ല, ഈ ആസിഫ് ഇവരൊരു കൂട്ടുകെട്ടുണ്ടല്ലോ. എന്ത് ഫംഗ്ഷനുണ്ട്, വീട്ടിലാണെങ്കിലും പുറത്തുനിന്ന് യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിലും ആ ഒരു ഇവരുടെ ഒരു കൂട്ടുകെട്ട് അസൂയപ്പെടുന്ന ആളുകൾ വരാറുണ്ട്. അത്രയും സൗഹൃദത്തിലാണ് ഇവർ പോകുന്നത്. ഒരു അനുജൻ എന്ന നിലയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ആസിഫ്, അല്ലേ? ആ രീതിക്കാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഇഫ്താറിന് പോലും നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലുണ്ടായി. സുമതിയിലും ബാലുചേട്ടനും ഉണ്ടല്ലോ. അതെ അതെ, മേടായിരുന്നു. രസമായിരുന്നു. ഞങ്ങളുടെ ചിരി, ഞങ്ങളുടെ അലമ്പും കണ്ട് സഹിച്ചിരിക്കാൻ പറ്റില്ല. കുറച്ചു നേരമൊക്കെ പിടിച്ചിരിക്കും. പക്ഷെ കുറച്ച് നിങ്ങളെ മറ്റേ മൊത്തം അലമ്പ്, ബാക്ക് ബെഞ്ചേഴ്സ്, ഇത് പഠിക്കുന്ന വെച്ച് കുറച്ച് തന്തവൈബ് എടുക്കാൻ നോക്കി, നടന്നില്ല. കറക്റ്റ് പരിപാടി. നമ്മൾ മറ്റേതല്ല, വിളിച്ചാൽ വരുമൊന്നുമില്ല. എവിടെ കാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും, ഡാം കാണാൻ പോകും. അത്ര ഏരിയയിലല്ലോ, ഉള്ളിലാലും ഷൂട്ടിംഗ് നടക്കണേ. രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ആ ലൊക്കേഷൻ പൊതുവെ രസമായിരുന്നല്ലോ. പക്ഷെ ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. ആ സിനിമ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റും നല്ല എമൗണ്ട് ആയിട്ടുണ്ട് പടം. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കാസ്റ്റ്. 65 ആക്ടേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. തമിഴിൽ നിന്ന് വരെ ഉണ്ടല്ലോ. അത് അവരെ അഭിലാഷ് പിള്ള ആൻഡ് വിഷ്ണു ചേട്ടൻ പരിപാടി കാരണം മാത്രമാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മുരളിച്ചേട്ടനും മുരളിച്ചേട്ടൻ കട്ടയ്ക്ക് നിൽക്കുമല്ലോ. ഓ, അതാണ് അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. അദ്ദേഹം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്. ഒരു മാറ്റമില്ലാതെ കൂടെ നിൽക്കും. എന്ത് വേണം അത് ഇവരെയും കൂടി കിട്ടിയതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ DOP പറയാതിരിക്കാൻ പറ്റില്ല, ശങ്കർ സാർ. മൊത്തത്തിൽ ക്രൂ അടിയും കാസ്റ്റും ക്രൂ അടിയുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി. അറിഞ്ഞില്ല ആക്ച്വലി 84 ദിവസം, അവസാനത്തെ 5 ദിവസം അറിഞ്ഞു. മൊത്തം ഇടിയായതുകൊണ്ട് ലാസ്റ്റ് ഫൈറ്റ് സീൻ ആയിരുന്നല്ലോ. പക്ഷെ അടിപൊളിയാണ് ആ സിനിമ. ബാക്കപ്പ് നമ്മള് അത് തന്നെ ഒരു മൂടായിരുന്നു. എനിക്ക് പറഞ്ഞ പോലെ യാത്രയിൽ പുതിയ കൂട്ടുകാരനെ കിട്ടിയായിരുന്നു, ബോബിച്ചേട്ടൻ, ബോബി കുര്യൻ. പുള്ളി അസാധ്യ ചേട്ടൻ, പോളി മച്ചാനാണ് ഈ യാത്രയില് ഏറ്റവും പോലെ ഡേവി. അങ്ങനെ പുതിയ കൂട്ടുകാരെയും കിട്ടുന്നു ഇങ്ങനത്തെ യാത്രയിൽ, അല്ലേ? പുള്ളി ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള കക്ഷിയാണ്. അത് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതായത് ഇപ്പം വിഷ്ണു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ എടുത്തോണ്ടിരിക്കുക ഈ വളവില്. ബാബുചേട്ടനും ഉണ്ട്. ബാബുചേട്ടൻ്റെ ഡയലോഗാണ് അതൊക്കെ ചെയ്തപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കാരണവശാൽ റീടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആത്മകഥം പറയുകയാണ്, എനിത്തിങ് ഫ്രം മൈ സൈഡ്. ഇങ്ങനെയൊക്കെയുള്ള പുള്ളി ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഓണാണ്. അതെ, ഞാൻ എത്ര നാളും വിചാരിച്ച ഞാനും ബാലിച്ചേട്ടനൊക്കെയാണ് മറ്റേ ഓൺ ഫയർ എന്നൊക്കെ. പക്ഷെ അപ്പുറത്തേക്കാണ് പിടിച്ചിരിക്കാൻ പറ്റുള്ള വേറെ പവറാ. ഫുൾ എനർജി, ഭയങ്കര ഹാപ്പി വൈബാണ്. നമ്മൾ മറ്റേ ഫുൾ ഹാപ്പി ആക്കി വെച്ച് നമ്മൾ സന്തോഷം ചിരിച്ച് പൊളിയായിരുന്നു. നല്ല രസകരമായ ലൊക്കേഷൻ അല്ലേ? പക്ഷെ എന്തായാലും സിനിമകളെല്ലാം നന്നാകട്ടെ. എമ്പുരാൻ തൊട്ട് പിന്നാലെ അഭിലാഷം, എമ്പുരാന്റെ അഭിലാഷം. ഈ അഭിലാഷത്തിലൂടെ
സഫലമാകട്ടെ. അങ്ങനെ അങ്ങനെ പോകാലോ നമുക്ക്. ഇപ്പൊ 2 സിനിമ ആയല്ലോ, എമ്പുരാന്റെ അഭിലാഷം, ഈ അഭിലാഷത്തിലൂടെ സഫലമാകട്ടെ. അപ്പൊ അവിടെ കയറുന്ന ആളുകൾ ഇങ്ങോട്ടും വരട്ടെ, ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും പോട്ടെ. ഒരു വലിയ പടത്തിന്റെ കൂടെ ഒരു ചെറിയ പടം എന്ന് പറയുമ്പോൾ അത് വേറൊരു വിജയമാണ് എപ്പോഴും. അങ്ങനെ ഒത്തിരി സിനിമകൾ ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചരിത്രം നോക്കിയാൽ അങ്ങനെയാണ്. വലിയ സിനിമയുള്ള ചെറിയ പടം, നമ്മുടെ ആ ചെറിയ സിനിമ നമുക്ക് വലുതാണ്, പക്ഷെ കാണുമ്പോൾ ചെറിയ സിനിമ, പക്ഷേ അതിലേക്ക് ആളുകൾ വരുന്ന ഒരു നിലയുണ്ട്. പക്ഷേ ഇത് നല്ലൊരു പ്രണയകഥയാണ് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കെല്ലാം ഒരു സന്തോഷം വരുന്നത്. ഒത്തിരി നാളായി നല്ല പ്രണയകഥ മീൻസ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രണയകഥ. സ്പെഷ്യലാണ് പ്രണയകഥ. പറഞ്ഞ രീതിയും എടുത്തു വെച്ചേക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് പരിപാടിയിലൂടെ പോകുന്നൊരു സംഭവം. അത്തരം ഒരു സിനിമകൾക്ക് വിജയം ഉണ്ടാകും. പക്ഷേ ഇതിന്റെ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ തന്നെ അതെ, ഇനിയുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ, പക്ഷെ ആ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നിനും മെച്ചമാണ്. ആ പാട്ടുകൾ ആദ്യത്തെ പാട്ട് തന്നെ ഏറ്റവും ഹിറ്റ് അടിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാ പാട്ടുകളും 4-5 പാട്ടുകളാണ്. അതെ, അതെ, എല്ലാം നല്ല പാട്ടുകൾ, നല്ല പാട്ടുകൾ. ട്രെയിലറാണെങ്കിൽ കണ്ടു, അതും സൂപ്പർ. അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പർ സിനിമയായി മാറട്ടെ, നമുക്ക് കാത്തിരിക്കാം. യെസ്, നമ്മുടെ എല്ലാവരുടെയും അഭിലാഷം പൂവണിയട്ടെ. താങ്ക് യു. താങ്ക് യു.